ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഒരു ബൗളിലേക്ക് വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യമേ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു, അതിനുശേഷം ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള സവോളയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഒരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ മാത്രമേ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് റവയാണ്. റവ നമ്മൾ ഒരു 3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കിഴങ്ങിൻ്റെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ നമ്മളിത് പരത്തി എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ആദ്യമേ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ഗോതമ്പിൻ്റെ ഒരു മിക്സ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ലൂസായിട്ട് തന്നെ വേണം, ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററൊന്നും ആവണ്ട. പിന്നെ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല ലൂസായിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദാമാവ് എടുക്കാം. ഇപ്പം നമ്മുടെ ഗോതമ്പിൻ്റെ ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് ഗോതമ്പിൻ്റെ ആ ഒരു മിക്സിൽ മുക്കിയതിന് ശേഷം ഞാൻ സേമിയയിലാണ് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സേമിയയ്ക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസും എടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിൽ കുറച്ചെടുത്ത് ഒന്ന് കൈകൊണ്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അത് നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് റൗണ്ട് ഷേപ്പിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിപ്പോൾ ഹെഡ് ഷേപ്പിൻ്റെ കട്ടർ വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അത് നമ്മൾ ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സിൽ മുക്കിയിട്ട് നമ്മൾ സേമിയയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സേമിയയ്ക്ക് പകരം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്താലും മതി. ഇതിന് സേമിയയിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സേമിയയ്ക്ക് പകരം ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സേമിയയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതെടുക്കുന്നതിന് മുമ്പേ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ അങ്ങനെ അധികം ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. എന്നിട്ട് ഇതുപോലെ കട്ടർ വെച്ചിട്ട് ഒന്നെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലെടുക്കാം. ഇപ്പം ഞാൻ ഹാർട്ട് ഷേപ്പിലെ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് സേമിയയിൽ കോട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമ്മൾ കുറച്ചെണ്ണം റെഡിയാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് പരത്തി സേമിയയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളതും ഹാർട്ട് ഷേപ്പിലുള്ളതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നല്ലൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം.
ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും നല്ല ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്